ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് ബേപ്പൂരിൽ LDF സ്ഥാനാർത്ഥി PM മുഹമ്മദ് റിയാസ് ഇന്ന് രാവിലെ വാഹന പര്യടനത്തിലാണ്. വർഷ ഗിരീഷും ഈ വാഹനത്തിൽ കയറിയിട്ടുണ്ട്. വർഷ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. കോഴിക്കോട് ഏറ്റവും കൂടുതൽ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് ബേപ്പൂർ എന്ന് പറയുന്നത്. ബേപ്പൂരിലെ LDF സ്ഥാനാർത്ഥി PM മുഹമ്മദ് റിയാസിന്റെ റോഡ് ഷോയിലാണ് നമ്മളിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മറ്റൊരു ചാനലുമായുള്ള സംഭാഷണത്തിൽ അത് കഴിഞ്ഞ ശേഷം നമ്മളോട് പ്രതികരിക്കും. എന്തായാലും ബേപ്പൂരിനെ സംബന്ധിച്ച് വലിയ പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത്. നമുക്കറിയാം, PV അൻവർ കൂടി കളത്തിലിറങ്ങിയതോടെ വലിയൊരു മത്സരം തന്നെ, ഒരു ത്രികോണ പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥിയാണെങ്കിലും KP പ്രകാശ് ബാബു ഒരു മികച്ച നേതാവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ പോരാട്ടം തന്നെ നടക്കുന്ന മണ്ഡലമാണ് ഈ ബേപ്പൂർ എന്ന് പറയുന്നത്. പല വിധത്തിലുള്ള വികസന കാര്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. വ്യക്തി അധിക്ഷേപത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയൊരു സന്ദർഭം കൂടി ഉണ്ടായിരുന്നു. പരാതി നൽകിയ ഒരു അവസ്ഥ വരെ എത്തി. അങ്ങനെ എന്തുകൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമായി ഈ കോഴിക്കോട് ബേപ്പൂർ മാറി എന്നുള്ളതാണ്. ഇന്ന് അവസാന ദിവസ പരസ്യ പ്രചരണമാണ് സ്ഥാനാർത്ഥികളുടെ എല്ലാവരും ഓരോ സ്ഥലങ്ങളിലായി കേന്ദ്രീകരിച്ച് പ്രചരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. PM മുഹമ്മദ് റിയാസിന്റെ റോഡ് ഷോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബേപ്പൂർ മുതൽ ചെറുവണ്ണൂർ വരെയാണ്. അദ്ദേഹം ഇത് കഴിഞ്ഞ ശേഷം പലയിടങ്ങളിൽ പരിപാടികളുണ്ട്. അവസാനം അരക്കിണറാണ് അദ്ദേഹത്തിന്റെ കൊട്ടിക്കലാശം എത്തിച്ചേർന്നത്. എന്തായാലും വലിയ ആവേശത്തിലാണ് പ്രവർത്തകരെല്ലാം ഉള്ളത്. കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും PM മുഹമ്മദ് റിയാസ് തന്നെ മണ്ഡലം നിലനിർത്തുമെന്നുള്ളതാണ് LDFന്റെ പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം നമ്മളോട് പ്രതികരിച്ചപ്പോഴും അക്കാര്യം തന്നെയാണ് അദ്ദേഹവും വ്യക്തമാക്കിയത്. ബേപ്പൂരിനെ സംബന്ധിച്ച് LDFന് ഓരോ തവണയും ഈ ഭൂരിപക്ഷം കൂടുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അത്തരമൊരു മണ്ഡലത്തിൽ ഇത്തവണയും ആ ട്രെൻഡ് നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. പല കാര്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, പ്രധാനമായും ബേപ്പൂർ തുറമുഖത്തിന്റെ വികസനമാണ് ഒന്നാമതായി LDF സർക്കാർ എടുത്തു കാണിക്കുന്നത്. അപ്പോഴും പല പോരായ്മകളും ഉണ്ടെന്നുള്ളതാണ് UDFന്റെ വാദം. BJPയും പല രീതിയിലുള്ള വികസന പദ്ധതികളായിട്ടാണ് ചർച്ച ചെയ്തത്. എന്തായാലും ഈ റോഡ് ഷോ നിലവിൽ പുരോഗമിക്കുകയാണ്. വർഷ ഗിരീഷാണ് നമുക്കൊപ്പം ചേർന്നത്. PM മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ വാഹന പര്യടനത്തിലാണ്. എന്തായാലും ഇന്നത്തെ പരസ്യ പ്രചാരണം അവസാനിക്കുമ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം തിരക്ക് പിടിച്ചോട്ടത്തിലാണ്. ബേപ്പൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി PM മുഹമ്മദ് റിയാസിനോടൊപ്പമാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. മത്സരം ഇവിടെ ഒരു ത്രികോണ മത്സരമായിരിക്കോ? ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ അനുകൂലമാണ്. 2021 സർവകാല റെക്കോർഡ് വോട്ട് കിട്ടി 82,000. അത് മറികടക്കും തുടക്കത്തിലേ പറഞ്ഞിരുന്നു. അത് മറികടന്ന് അതിലും കൂടുതൽ വോട്ട് നേടി മികച്ച വിജയം LDF നേടും. ഇപ്പോൾ നിങ്ങളീ പറഞ്ഞ ഈ പഴയ ബേപ്പൂർ ഗ്രാമപഞ്ചായത്ത്, അവിടെ BJP ആണ് 2ാം സ്ഥാനം. ഞങ്ങൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ആണ് ഞങ്ങൾക്ക് 2ാം സ്ഥാനം. 2015 ഇവിടെ 7 കോർപ്പറേഷൻ ഡിവിഷനിൽ 4 എണ്ണം ഞങ്ങളും 3 എണ്ണം BJP ആയിരുന്നു. എന്നാൽ 2020 ഞങ്ങൾ 7-7 ഇവിടെ വിജയിച്ചു. 2025 7-6 ഞങ്ങൾ ജയിച്ചു. 1 BJP 10 വോട്ടിനാണ് ഞങ്ങളെ പരാജയപ്പെടുത്തിയത്. അവിടെ UDFന് വോട്ട് കുറച്ച് കൂടുതൽ കിട്ടി. ഞങ്ങൾക്ക് കിട്ടേണ്ട കുറച്ച് വോട്ട് 3ാം സ്ഥാനത്തായി UDF പിടിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ BJP ജയിച്ചത്. ഇത് ജനങ്ങൾക്കൊരു പാഠം ആയി അവർ കാണുകയാണ്. പലരും പറയുകയാണ് UDFന് വോട്ട് ചെയ്തിട്ട് ആണ് അവിടെ BJP ജയിച്ചത്. അതുകൊണ്ട് BJP വിരുദ്ധ വോട്ടുകൾ മുഴുവൻ ഇവിടെ ഇത്തവണ LDFന് അനുകൂലമായി മാറും. LDF മികച്ച വിജയം നേടും. പ്രധാനമായും ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ, വികസനം പ്രധാന ചർച്ചാ വിഷയമാണ്. നാടിനു വേണ്ടി എന്ത് ചെയ്തു, സർക്കാർ എന്ത് ചെയ്തു, ഇവിടുത്തെ MLA എന്ത് ചെയ്തു, ഇത് ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. ജനങ്ങൾ തന്നെ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് വികസനങ്ങളായി പദ്ധതികളായി മാറിയത്. അപ്പോൾ അതിനൊരു വോട്ടുണ്ട്. ജനങ്ങൾ തന്നെ വികസനത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായി മാറിയിരിക്കുകയാണ്. ഇവിടെ ആ നിലയിൽ വികസനമൊന്നും നടന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ജനങ്ങളെ അപമാനിക്കലാണ്, ഒരു നാടിനെ അപമാനിക്കലാണെന്നാണ് ജനം കാണുന്നത്. കാരണം ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുകയാണല്ലോ ഇവിടുത്തെ വികസനം, അടിസ്ഥാന വികസനം മുതൽ എല്ലാ മേഖലയിലും. അപ്പോൾ അതിനൊരു വോട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അതിനൊരു വോട്ടുണ്ട്. അത് ഞങ്ങൾക്ക് എക്സ്ട്രാ വോട്ടായി മാറും. ബേപ്പൂരിലെ ചർച്ചകൾ ഒരു ഘട്ടത്തിൽ ഈ വ്യക്തി അധിക്ഷേപത്തിലേക്ക് വരെ കടന്നു, പരാതി വരെ നൽകേണ്ട അവസ്ഥ ഉണ്ടായി. അല്ല, വ്യക്തി അധിക്ഷേപത്തിൻ്റെ എല്ലാ നിയമങ്ങളും ലംഘിച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. UDF സ്ഥാനാർത്ഥിനെ അതിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. സാധാരണ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ പരസ്യമായി വ്യക്തി അധിക്ഷേപം നടത്താറില്ല. എന്നാൽ ഈ UDF സ്ഥാനാർത്ഥി വ്യക്തി അധിക്ഷേപം നടത്തിയ ആദ്യ രാഷ്ട്രീയ പ്രവർത്തകനല്ല ഞാൻ. രാഹുൽ ഗാന്ധി, പാണക്കാട് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, VD സതീശൻ തുടങ്ങി UDFിലെ തന്നെ ഇന്നത്തെ പല നേതാക്കന്മാരും ഈ UDF സ്ഥാനാർത്ഥിയുടെ വ്യക്തി അധിക്ഷേപത്തിന് ഇരയായവരാണ്. അപ്പോൾ അതേ അർത്ഥത്തിൽ അതിനെ
കാണാനും വ്യക്തി അധിക്ഷേപത്തിലും വ്യക്തിഹത്യയിലും മറുപടി പറയാനും ആഗ്രഹിക്കുന്നില്ല. നേരായ വഴിക്കും വളഞ്ഞ വഴിക്കും ഒക്കെ വ്യക്തി അധിക്ഷേപം വ്യക്തിഹത്യയാണ് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോഴും അതിന് മുമ്പും UDF സ്ഥാനാർത്ഥി നടത്തിയിട്ടുള്ളത്. അത് ജനം വിലയിരുത്തുന്നുണ്ട്, ജനം അത് കൃത്യമായി കാണുന്നുണ്ട്. രാഷ്ട്രീയത്തെ ഗൗരവമായി കാണുന്ന UDFന്റെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി പി മുഹമ്മദ് റിയാസ് വർഷ ഗിരീഷുമായി സംസാരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.